നമസ്കാരം. SV ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്തായിരുന്നാലും വലിയൊരു കയ്യടി കൊടുക്കണം. നല്ല ഒന്നാന്തരം ഒരു കയ്യടി നമ്മുടെ UDF സർക്കാരിന്. കാര്യം മനസ്സിലായി കാണുമല്ലോ. ആ UDF സർക്കാരിൻ്റെ തീരുമാനങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞു. സർക്കാർ നമ്മുടെ കേന്ദ്രവുമായി സഹകരിച്ചുകൊണ്ട് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ എവിടെയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നിട്ട് നമ്മുടെ സംസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതിന് കൂട്ടുനിൽക്കുകയാണ് പിണറായി വിജയനും അതോടൊപ്പം വി ശിവൻകുട്ടിയും എന്ന് പറഞ്ഞ മഹാന്മാരൊക്കെ എവിടെയാണോ എന്തോ. PM ശ്രീ പദ്ധതി എടുത്ത് അറബിക്കടലിൽ കളയും എന്ന് പറഞ്ഞ നേതാക്കന്മാർ, അല്ലെങ്കിൽ UDFിലെ മുസ്ലിം ലീഗിലെ നേതാക്കന്മാരൊക്കെ എന്താ മുള്ളിയിട്ട് കിടന്നുറങ്ങുകയാണോ എന്ന് ചോദിക്കേണ്ടി വരും. കാരണം PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് UDF തീരുമാനമെടുത്തിരിക്കുന്നത്. അങ്ങനെ തന്നെ പോവുകയും ചെയ്യുമെന്ന് അടൂർ പ്രകാശ് ഇന്ന് ചേർന്ന UDF യോഗത്തിന് ശേഷം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാലോചിക്കുക. എന്നിട്ട് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ടെന്നേ. അതായത് ഇനി ഒരിക്കലും ഞങ്ങൾക്ക് പിന്മാറാൻ കഴിയില്ല. കാരണം എന്താ, കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഈ സർക്കാരിന് പിന്മാറാൻ കഴിയില്ല. മന്ത്രിസഭാ ഉപസമിതി, നമുക്കറിയില്ലേ, ലജുവും ഷംസുദ്ദീനും ഒക്കെ കൂടെ ചേർന്നിട്ട് ഒരു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചത്. ആ മന്ത്രിസഭാ ഉപസമിതിയും കണ്ടെത്തിയത് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനേ കഴിയൂ എന്ന് തന്നെ ആയിരുന്നില്ലേ. അതായത് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയും. കാരണം കഴിഞ്ഞ സർക്കാർ അങ്ങനെ ചെയ്തു. ഇടതുപക്ഷ സർക്കാർ സംഖ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ അതിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്കായിട്ട് അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. വീണ്ടും ഈ പച്ച നുണ പ്രചരിപ്പിക്കാൻ എൻ്റെ പൊന്ന് അടൂർ പ്രകാശേ, നാണമില്ലേ നിങ്ങൾക്ക്? ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ പറയാൻ എന്താണ് കഷ്ടമല്ലേ നിങ്ങളുടെ കാര്യമൊക്കെ? അറിയില്ലേ എന്താണ് സംഭവിച്ചതെന്ന്? നിങ്ങളുടെ ജബി മേത്തറോട് ചോദിച്ചു നോക്കൂ. ജബി മേത്തർ ജയൻ ചൗധരിയോട് കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചല്ലോ. അതായത് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രിയോട് ജബി മേത്തർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ MP ഒരു ചോദ്യം ചോദിച്ചു ഇതിനെ സംബന്ധിച്ച്. അപ്പോൾ എന്താണ് ജയൻ ചൗധരി പറഞ്ഞൊരു കാര്യം? അതായത് സംസ്ഥാന സർക്കാർ, അതായത് കഴിഞ്ഞ കേരളത്തിൽ നിന്നുള്ള സർക്കാർ ഈ പറയുന്ന PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടില്ല എന്ന് നല്ല വെണ്ടയ്ക്ക വെടിപ്പോടുകൂടിയല്ലേ അങ്ങോട്ട് ജബി മേത്തറോട് പറഞ്ഞത്. എന്നിട്ട് വീണ്ടും എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അടൂർ പ്രകാശ് ഇത്തരത്തിൽ വ്യാജ തരം പടച്ചു വിടുന്നത്? അവിടെ ജബി മേത്തർ പറഞ്ഞു കേരളം PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് വാങ്ങിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകൾ തിരഞ്ഞെടുത്തിട്ടില്ല. എന്നാൽ അതേസമയം തിരഞ്ഞെടുത്തിട്ടുള്ള 47 സ്കൂളുകൾ, ആ സ്കൂളുകൾ കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലുള്ള കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്കൂളുകളാണ് എന്നല്ലേ ജബി മേത്തറിനോട് നല്ല മലയാളത്തിലോ നല്ല ഹിന്ദിയിലോ നല്ല ഇംഗ്ലീഷിലോ ഒക്കെ പറഞ്ഞ് കേൾപ്പിച്ചത്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ജബി മേത്തറെ നിങ്ങളൊരു കാര്യം ചെയ്യണമായിരുന്നു, UDFിൻ്റെ കൺവീനറോട് പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ഇത് വിളിച്ചുകൊണ്ട് അവിടെ കോൺഗ്രസിലെയും UDFിലെ നേതാക്കന്മാരെ വിളിച്ചിരുത്തിക്കൊണ്ട് പറയണമായിരുന്നു, ഇനി മേലാൽ ഇടതുപക്ഷമാണ് PM ശ്രീക്കാരർ ഒപ്പിട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ബെഡായി പൊട്ടിക്കാൻ നിൽക്കരുത്, സത്യം ഇതൊക്കെയാണ് എന്ന് പറയണമായിരുന്നു. അത് പറഞ്ഞേ മതിയാകൂ. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അടൂർ പ്രകാശിനെ പോലുള്ള നേതാക്കന്മാർ ഇതുപോലെ വന്നിരുന്നുകൊണ്ട് പറയും അന്ന് ഇടതുപക്ഷ സർക്കാർ അതിൽ ഒപ്പിട്ടത് പിന്മാറാൻ വേണ്ടിയല്ലല്ലോ എന്ന് നാണമില്ലാതെ ചോദിക്കുകയാണ്. എന്നിട്ട് വിളിക്കുന്നത് അന്ന് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ PM ശ്രീ പദ്ധതി ഇത്രത്തോളം വിവാദമാക്കിയതെന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം, പറയാം. അപ്പോൾ ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞു. എന്തായിരുന്നു അന്ന് ഒപ്പിട്ടത് വെറും ഒരു ധാരണാപത്രം, MOU മാത്രമായിരുന്നു എന്ന് തന്നെയല്ലേ ഈ ജബി മേത്തറോട് ജയൻ ചൗധരി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്? ഏതെങ്കിലും ഒരു സ്കൂളെങ്കിലും PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ വി ശിവൻകുട്ടിയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പോ ഇവിടെയൊന്നും ഒരു പേപ്പറിലെങ്കിലും ഒപ്പിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു? ഒരു സ്കൂളിൻ്റെ പേരെങ്കിലും നൽകിയിട്ടുണ്ടായിരുന്നു? ഇല്ല. അന്ന് കിട്ടിയത് സർവശിക്ഷ അഭിയാനുമായി ബന്ധപ്പെട്ട ഫണ്ടാണ് സംസ്ഥാന സർക്കാരിന് കിട്ടിയത്. ശരി, ഞങ്ങൾ ഫണ്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് ചെയ്യുന്നു, ഓക്കെ, ശരി, ഓക്കെ. കാരണം ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ഫണ്ട് ഞങ്ങളുടെ അവകാശമാണ്. ശരി തന്നെയാണ്, അവകാശമുള്ള ഫണ്ട് മേടിക്കുക തന്നെ വേണമെന്നേ. പക്ഷേ അതിന് നുണപ്രചരണം നടത്തരുത്. അന്നും ഇതുപോലെ വലിയ വിഷയമുണ്ടാക്കി. അന്നെന്തായിരുന്നു പ്രധാനപ്പെട്ട വിഷയമുണ്ടായിരുന്നത്? ഇവിടെ CPM നയിക്കുന്ന LDF ഗവൺമെൻറ് BJPയുമായി ചേർന്നുകൊണ്ട് ഈ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ തരത്തിലുമുള്ള നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. എന്തിനു വേണ്ടി? BJPയുടെ അജണ്ടകൾ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി.
അങ്ങനെ പിന്നെ ഒരു സ്ത്രീ പീഡന കേസുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു നേതാവ് പോലും സംഘിക്കുട്ടൻ എന്ന് അന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു അങ്ങനെ ഇത്രയും കളികൾ കളിച്ചുകൊണ്ടിരുന്നത്? തീർത്തും പൊളിറ്റിക്സ് ആയിരുന്നേ. ആ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ ഒരു ന്യൂനപക്ഷ പ്രീണനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു VD സതീശൻ അടക്കമുള്ള ഇവിടുത്തെ UDF നേതാക്കന്മാരെല്ലാം പരസ്യമായി ശ്രമിച്ചത്. മുസ്ലിം ലീഗിലെ KM ഷാജി പറഞ്ഞത് PM ശ്രീ പദ്ധതി ഞങ്ങൾ അധികാരത്തിൽ വന്ന എടുത്ത് അറബിക്കടലിൽ കളയുന്ന ആരെ മോഹിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ വാചകങ്ങൾ അന്ന് KM ഷാജി പറഞ്ഞത്. തീർത്തും അതിനെ ന്യൂനപക്ഷ പ്രീണനം എന്ന് തന്നെ വിളിക്കണം. PM ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഗളന്മാരെ കുറിച്ച് പഠിപ്പിക്കില്ല, അതായത് സംഘപരിവാർ അജണ്ടകൾ മാത്രം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. പല കാര്യങ്ങളും മാറ്റും. ഇവിടെ അന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? അന്ന് മുഗളന്മാരെക്കുറിച്ച് പഠിപ്പിക്കണ്ട എന്ന് അവർ തീരുമാനിച്ചപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം പുസ്തകം അച്ചടിച്ച് വിതരണം ചെയ്തവരാണെന്ന് ഇടത് സർക്കാർ. അതും പോരാതെ ഇവിടെ ഗവർണർ നമ്മുടെ സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഭാരതാംബ എന്ന് പറഞ്ഞുകൊണ്ട് RSSൻ്റെ ഒരു യുവതിയുടെ ഫോട്ടോയും പിടിച്ചുകൊണ്ട് കയറി ഇറങ്ങിയപ്പോൾ എവിടം വരെയാണ് ഗവർണറുടെ അധികാര പദവി എന്ന് കുട്ടികളെ പഠിപ്പിച്ചവരായിരുന്നു LDF സർക്കാർ. അതിനുവേണ്ടി പുസ്തകം അച്ചടിച്ച് പഠിപ്പിച്ചു. അത് LDF സർക്കാരിൻ്റെ ചങ്കുറപ്പാണ്. ആ ചങ്കുറപ്പ് എന്തേ ഇവിടുത്തെ UDFകാർക്ക് ഇല്ലാതെ പോയി? അറബിക്കടലിൽ കളയുമെന്ന് പറഞ്ഞ KM ഷാജിക്ക് എന്ത് പറ്റി? കൈക്ക് വേദനയുണ്ടോ അറബിക്കടലിൽ കളയാൻ? അതോ അറബിക്കടലിൽ തിരയുടെ എണ്ണം കൂടുതലാണോ ഇപ്പോൾ പഴയതിനേക്കാൾ? അല്ലല്ലോ. അപ്പോൾ അധികാരത്തിന് വേണ്ടി ന്യൂനപക്ഷ പ്രീണനം നടത്താൻ വേണ്ടി ഇടതുപക്ഷക്കാരെല്ലാവരും ഇവിടെ എന്തോ കൊടിയ പാപം ചെയ്ത് സംഘപരിവാറുകാരായെന്നും BJP സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിന് വിടുവേല ചെയ്തു കൊടുക്കുന്നവരാണ് എന്ന് പറയുന്നൊരു പ്രതീതി സൃഷ്ടിക്കുകയായിരുന്നില്ലേ ചെയ്തത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉടനീളം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയുമോ? കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഇവിടുത്തെ വികസനമായിരുന്നില്ല, ഇവിടുത്തെ ജനാധിപത്യ നയമായിരുന്നില്ല. ഇവിടെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയം മതമായിരുന്നു, വർഗീയതയായിരുന്നു. ആരാണ് ഈ വർഗീയത ആൾ കത്തിക്കാൻ വേണ്ടി ഇളക്കി വിട്ടത്? അതേ വേറൊന്നുമല്ല, UDFകാർ തന്നെയായിരുന്നേ. അതിൻ്റെ അനന്തരഫലമല്ലേ വയനാട്ടിൽ സംഭവിച്ചത്? വയനാട്ടിൽ എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഇത്രത്തോളം ദയനീയമായി പരാജയപ്പെട്ടതിൻ്റെ കാരണം? അവിടെയും ഈ പറയുന്ന ന്യൂനപക്ഷ വർഗീയതയെ ഇളക്കി വെക്കാനും ആളിക്കത്തിക്കാനും പരിശ്രമിച്ചു. ഇവിടെ സമസ്തയുടെ ഈ കേരള യാത്രയുടെ വേദിയിൽ കയറിയുന്നുകൊണ്ട് എന്തായിരുന്നു VD സതീശൻ പ്രസംഗിച്ചത്? ഇവിടെ എന്തായിരുന്നു പിണറായി വിജയൻ പ്രസംഗിച്ചത്? ഇവിടുത്തെ തീവ്രപക്ഷ അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കാൻ ന്യൂനപക്ഷ വർഗീയതയല്ല യഥാർത്ഥ ആയുധമെന്ന് പിണറായി വിജയൻ ജനങ്ങളെ നോക്കി പറഞ്ഞപ്പോൾ അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ്റെ നാവായി പ്രവർത്തിക്കുന്നുവെന്നും ഒരു ഇസ്ലാം വിരുദ്ധത ഇവിടുത്തെ CPMകാർ കൊണ്ടു നടക്കുന്നു എന്നും പച്ചയ്ക്ക് വർഗീയത പ്രസംഗിച്ച ആരായിരുന്നു? അന്ന് പ്രസംഗിക്കാൻ കയറിയ പ്രതിപക്ഷ നേതാവായ VD സതീശനായിരുന്നു. അപ്പോൾ അവിടെ അന്ന് ഒരു അബൂബക്കർ മുസ്ലിയാർക്ക് പറയേണ്ടി വന്നു, ഇനി മേലെ ഇത് പറഞ്ഞേക്കരുത്, ഇത് വർഗീയത പറയാൻ വേണ്ടിയിട്ടുള്ള വേദിയല്ല എന്ന് കൃത്യമായി അബൂബക്കർ മുസ്ലിയാർ പറയുകയും ചെയ്തു അന്ന് ആ സദസ്സിൽ വെച്ച് തന്നെ. അപ്പോൾ കേരളത്തിൽ ആയിരുന്നു ഏറ്റവും അധികം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ചർച്ച ചെയ്യപ്പെട്ടത്. ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷത്തിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടിയിട്ട് എന്തുതരം പൊള്ളത്തരവും എന്തുതരം കള്ളത്തരവും പറഞ്ഞുകൊണ്ട് അധികാരം ഏത് വിധേനയും പിടിക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു. ഇതാ ഇപ്പോൾ പച്ചയ്ക്ക് വെളിവായില്ലേ ആരാണ് സംഘികൾക്ക് വിടുവേല ചെയ്തു കൊടുക്കുന്നതെന്ന്? അക്കമിട്ട് നമുക്ക് പറയാം. ഈ കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ കയറിയതിന് ശേഷം സംഘികളെയും ഈ സംഘപരിവാരങ്ങളെയും സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ഒന്നായി ഇവിടെ കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു സത്യപ്രതിജ്ഞാ വേദിയിൽ വന്ദേ മാതരം പൂർണ്ണാർത്ഥത്തിൽ ചൊല്ലി, അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ചൊല്ലി, ഒരു വരി പോലും വിട്ടുകളയാതെ ഇവിടെ മുഴങ്ങിക്കേട്ടതാണ് വന്ദേ മാതരം. അവിടെ മുതൽ തുടങ്ങുകയാണ് സംഘപരിവാറിസം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ UDF നടത്തുന്ന ശ്രമങ്ങളുടെ തുടക്കം അവിടെയായിരുന്നു. അവിടെ നിന്നിങ്ങോട്ട് ഓരോന്ന് നോക്കിക്കോളൂ. BJP രത്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി വരുന്നു. ആരായിരുന്നു രത്തൻ യു ഖേൽക്കർ എന്നും അദ്ദേഹം പുറത്തിറക്കിയ ഒരു സർക്കുലറിൽ BJPയുടെ സീൽ എങ്ങനെ വന്നിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. അവിടെ നിങ്ങോട്ട് ഓരോന്നും അക്കമിട്ട് നോക്കൂ. ഏത് പരിപാടിയിലും ഈ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ എന്തായിരുന്നു? അവിടെ മേനോനായി മാറി അല്ലേ? വടശ്ശേരി ദാമോദര മേനോൻ സതീശനായി മാറുന്നു. എന്താണ് അതിന് കാരണം? ആ ജാതിവാൽ ഉപയോഗിച്ചാലേ ചിലർക്കൊക്കെ സുഖിക്കൂ എന്ന് പറയുന്ന തോന്നലുണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ അദാനിക്ക് വേണ്ടിയിട്ട് തൻ്റെ തുറമുഖ വകുപ്പ് ഏറ്റെടുക്കുന്നു. തുറമുഖ വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം അദാനിക്ക് ആ തുറമുഖത്തിൻ്റെ 49% ഓഹരികൾ വിൽക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നു. എന്നിട്ട് അതൃപ്തി അറിയിക്കുന്നു, അതൃപ്തിയിൽ ഒതുക്കുന്നു. ഇതിനു മുൻപ് കരാർ ലംഘനത്തിൻ്റെ പേരിൽ 13 കോടി രൂപയായിരുന്നു അദാനിക്ക് ഈ ദിവ്യ SIR എന്ന് പറയുന്ന അന്നത്തെ തുറമുഖ സെക്രട്ടറി അടിച്ചു കൊടുത്തിരുന്ന ഫൈൻ.
ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ടും ഈ നാട്ടിൽ നിന്നുകൊണ്ട് വർഗീയത പറഞ്ഞ് ഇതാ ഇപ്പോൾ കാൽ ചുവട്ടിൽ കൊണ്ട് വെച്ചു കൊടുക്കുന്നു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിനെ. ഭരിക്കുന്നത് ആരാണ്? മുസ്ലിം ലീഗ്. ആരാണ് മന്ത്രി? എൻ ഷംസുദ്ദീനാണ് മന്ത്രി. എന്നിട്ട് ഇവർ കൊണ്ട് വെച്ചു കൊടുക്കുകയാണ്. എവിടെ? നിങ്ങൾ ചവിട്ടി മെതിച്ചോളൂ, ഞങ്ങളുടെ തലതാ സാഷ്ടാംഗം നരേന്ദ്രമോദിയുടെയും ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും ഞങ്ങൾ തല കൊണ്ടുവച്ചിരിക്കുന്നു, കാലിൻ്റെ ചുവട്ടിൽ കൊണ്ട് വെച്ചിരിക്കുന്നു എന്ന് ഭംഗിയിൽ പറഞ്ഞു വെക്കുകയല്ലേ അവർ ചെയ്യുന്നത്. അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്വയം ചിന്തിക്കുക, ആരാണ് യഥാർത്ഥത്തിൽ സംഘപരിവാറിന് ചുവപ്പ് പരിവധാനി കേരളത്തിലേക്ക് വിരിച്ചു കൊടുത്തത് എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.